നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM നേതാക്കളും മലപ്പുറം ജില്ലയെ അവഹേളിച്ചതിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി M സ്വരാജിനോട് 3 ചോദ്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും നിലമ്പൂരിൽ UDF കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ഇരുവരും ചോദ്യങ്ങൾ ഉന്നയിച്ചത്. KC വേണുഗോപാലിനെതിരെ തരംതാണ പരാമർശമാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നടത്തിയത്. കേന്ദ്രത്തിൽ BJP സർക്കാരിൻ്റെയും കേരളത്തിൽ ഇടതു സർക്കാരിൻ്റെയും അന്തകൻ തന്നെയാണ് KC വേണുഗോപാൽ. ദേശീയപാതയുടെ തകർച്ചയിൽ BJP അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനേക്കാൾ ആവേശത്തോടെയാണ് മന്ത്രി റിയാസ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ ന്യായീകരിക്കുന്നത്. കേരളത്തിന്റെ യുവരാജാവാണെന്ന തലക്കനത്തിൽ നിന്ന് റിയാസ് താഴെ ഇറങ്ങണമെന്നും രാഹുലും ഫിറോസും ആവശ്യപ്പെട്ടു. ഹൈവേ വികസനത്തിന് റിയാസിന്റെ പൊതുമരാമത്ത് വകുപ്പിന് എന്ത് റോളാണുള്ളതെന്ന് വ്യക്തമാക്കണം. സ്ഥലം ഏറ്റെടുക്കുന്നതിൽ റവന്യൂ വകുപ്പിന് പങ്കുണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. 35 ലക്ഷം ചെലവിട്ട് റീൽസ് എടുത്ത് തള്ളിമറിക്കുകയാണ് റിയാസ് എന്നും UDF നേതാക്കൾ കുറ്റപ്പെടുത്തി. മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കഷ്ടപ്പെട്ടു പഠിച്ച് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ കോപ്പിയടിച്ചാണ് ജയിച്ചതെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞത്. CPM നേതാക്കൾ തുടർച്ചയായി മലപ്പുറത്തെ ജനങ്ങളെ ആക്ഷേപിക്കുകയാണെന്നും ഇരുവരും വ്യക്തമാക്കി. സ്വരാജിനോടുള്ള ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. മലപ്പുറത്തിൻ്റെ ഉള്ളടക്കം വർഗീയമാണെന്ന CPM നേതാക്കളുടെ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? വയനാട് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വിജയിച്ചത് ന്യൂനപക്ഷ വർഗീയ വോട്ട് കൊണ്ടാണെന്ന CPM PB അംഗം A വിജയരാഘവൻ്റെ അഭിപ്രായം അംഗീകരിക്കുന്നുണ്ടോ? മലപ്പുറം ജില്ലയെ സ്വർണ്ണക്കടത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും കേന്ദ്രമാക്കി അവഹേളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ആഭിമുഖം പിൻവലിക്കാൻ ആവശ്യപ്പെടുമോ എന്നിങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും M സ്വരാജിനോട് ചോദിച്ച ചോദ്യങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.